ഇങ്ങനെ ഞാൻ പിന്നെ ഫുഡിനെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. ഞാൻ ഭക്ഷണം എനിക്ക് കൊണ്ടുവരല്ലേ, എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഔട്ടോ. കാരണം പിന്നെ അവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് അതായത് റിക്വസ്റ്റ് ആയിട്ട് പറയാണ്, അവിടെ രോഗികൾക്ക് മാത്രം ആഗ്രഹിക്കല്ലേ. ഏകദേശം ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ രോഗിയായിട്ട് വന്നതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പ്രസവ രക്ഷന്റെ ചില അമളികൾ, അതായത് എനിക്ക് പറ്റിയ ചെറിയൊരു അമളി നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നത്. അപ്പോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം, ഫുള്ള് കാണണം. ഇങ്ങനെയൊരു അമളി നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ സ്റ്റോറി കേൾക്കാൻ റെഡിയല്ലേ? നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. ഞാനൊരു 3 മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതെന്തിനാ ഇത്രയും എന്ന് ചിന്തിക്കുന്നുണ്ടാവും, കേട്ടാ മനസ്സിലാവും. ഞാൻ ഇവിടുന്ന് സലാലയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത് 3-ാം മാസത്തിലാണ് കേട്ടോ. ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റാണ്ടായപ്പോ പോയതാണ്. നാട്ടിലെത്തി സ്വാഭാവികമായിട്ട് നമ്മൾ ഉമ്മയും ആൾക്കാരൊക്കെ ചോദിക്കും, ആരെങ്കിലും നോക്കാനാക്കണ്ടേ? പ്രസവിച്ചു കഴിഞ്ഞാല് നമ്മളെ വീട്ടില് നമ്മളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോ കൂടുതൽ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ത്? പ്രസവ രക്ഷന്റെ സ്ഥലം, അതായത് ഉഴിച്ചല്, ഓരോ ട്രീറ്റ്മെന്റ്, അങ്ങനെയൊക്കെ. അത് കേട്ടപ്പോ എനിക്കും തോന്നി അതാ ഒരു കണക്കിന് നല്ലതെന്ന്. കാരണം നവംബറിൽ എന്റെ ബ്രദറിന്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ പ്രസവവും അവന്റെ ഈ ഒരു കല്യാണവും എല്ലാം കൂടെ ഒരു അല്പത്താവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു, എന്നാ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പോവാം. അങ്ങനെ ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്യാൻ നിന്നു. ഇങ്ങനെ എന്താ, എവിടെയാ ഈ പ്രസവ രക്ഷന്റെ നമ്മളടുത്ത്, അതായത് വടകരന്റെ അടുത്തായിട്ട് എവിടെയാ എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം കണ്ടത് സഹ്യ കൊയിലാണ്ടിയിലാണേ. അവിടുത്തെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു. അവിടുത്തെ പ്രൈസ് കാര്യങ്ങള്, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ അന്വേഷിച്ച് പെൻഡിങ്ങിൽ അവിടെ വെച്ചു. കാരണം അത് കൊയിലാണ്ടിയാണല്ലോ. ഞാൻ ഒന്നുകൂടെ ആഗ്രഹിക്കുന്നത് നമ്മൾ അടുത്ത്, അതായത് നല്ല റിവ്യൂ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചിട്ട് തന്നെ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് കൂടുതൽ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി അവിടെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്റെ പരിചയത്തിൽ ആരും അവിടെ പോയിട്ടതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, നീ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ഞാൻ അങ്ങനെ ഓരോരുത്തരോടും തേടി പിടിച്ച് നമ്പറൊക്കെ ഒപ്പിച്ച് അവിടെ വിളിച്ചു കേട്ടോ. ഹലോ, ഞാനിങ്ങനെ 4th മന്തായി, എനിക്കിങ്ങനെ പ്രസവരക്ഷ ഇങ്ങനെ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഫ്രീ ആയ സമയത്ത് തന്നെ വിളിച്ചോളൂ, അവിടെ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാം. സ്വാഭാവികം, ഞാൻ പോവുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടോ? എനിക്ക് കാണാൻ, നമുക്ക് നമ്മൾ പോയി നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണാന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുന്നൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. ഞാനും എൻ്റെ ഉമ്മയായിരുന്നു പോയത്. ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു. നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. അപ്പൊ ഓക്കെ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അവരുടെ നമ്പറൊക്കെ, ഗൂഗിൾ പേ നമ്പറൊക്കെ മേടിച്ച് അഡ്വാൻസ് 5000 രൂപ, അതായത് 5000 രൂപ കൊടുത്തു കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചു. ഓക്കെ, ഒരു 30 ദിവസത്തേക്ക് 28 ദിവസം, അതായത് ഒരു മാസം എന്നുള്ള കണക്കില് ഞാൻ അവിടെ ബുക്ക് ചെയ്തു. അഡ്വാൻസ് 5000 രൂപ കൊടുത്തു കേട്ടോ. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയി. എനിക്ക് 8 മാസമായി. 8 മാസത്തില് എന്നോട് എന്റെ ഉമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവര് പറഞ്ഞു ഒന്നും കൂടെ അന്വേഷിച്ചിട്ടൊക്കെ പോട്, ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഓർത്തു, അങ്ങനെ ആരോട് അന്വേഷിക്കാം, അഡ്വാൻസ് കൊടുത്തു പോയല്ലോ. പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷനായി, എന്താ ചെയ്യാ, സത്യമായിരിക്കോ? അല്ലെങ്കിൽ ഞാനപ്പോ അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ ഞങ്ങൾ ആരും പോയിട്ടൊന്നുമില്ല, അവർക്ക് അറിയുന്നൊരു ഫാമിലി പോയിട്ടുണ്ടായിരുന്നു, പകുതിന്ന് വന്നതാന്നൊക്കെ. ഞാൻ പിന്നെയും അവിടത്തേക്ക് വിളിച്ചു. അവരോട് പറഞ്ഞു, എനിക്ക് പിന്നെ ഒരു 21 ദിവസം മതി. എനിക്കിങ്ങനെ ഒരു കളവ് പറഞ്ഞ് ഞാൻ അതിനെ കുറച്ചു കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് പിന്നെ വേണ്ട എന്ന് പറയാനൊരു മടിയാവല്ല, എന്താ ഒരു ചില ആൾക്കാർക്ക് ഉണ്ടാവും, അതിൽപ്പെട്ടതാണ് ഞാനും. എന്ത് വിചാരിക്കും, വേണ്ട, അങ്ങനെ തന്നെ. അങ്ങനെ പിന്നെയും ഞാനൊരു നെഗറ്റീവ്സ് കേട്ടാലോ,
ഞാൻ എന്ത് പറഞ്ഞു, അവരെ വിളിച്ചു. എനിക്ക് പിന്നെ 21 ദിവസം വേണ്ട, എന്നാലും ഞാൻ ക്യാൻസൽ ആക്കിയില്ല കേട്ടോ. 21 ദിവസം വേണ്ട, ഞാനൊരു 14 ദിവസം നിൽക്കാം. എന്നപ്പോ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, നിങ്ങൾ ആദ്യം ഒരു മാസമാണല്ലോ പറഞ്ഞത്, ഇപ്പൊ അന്ന് ഞാൻ പറഞ്ഞു എനിക്കത് പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ പോവാനൊക്കെ ആവൂ ആ സമയം, അങ്ങനെ എന്തെല്ലോ കളവൊക്കെ പറഞ്ഞ് ഉരുട്ടി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ പിന്നെ എനിക്ക് രണ്ടു മനസ്സായി, പോവണോ പോവണ്ടേ, പക്ഷെ അഡ്വാൻസ് കൊടുത്തല്ലോ. ആകെ ഒരു മടിയായി വീട്ടിൽ പറയാനും, അതേപോലെ ഒരു മടി വന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് അറിയുന്നൊരു ഫാമിലി അവിടെ പോയി നോക്കുമ്പോ അവരോട് ഞാൻ ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് എന്തായാലും പോവാം, എന്നിട്ട് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാലോ. നിങ്ങൾ വിചാരിക്കൂ ഇതെന്താ ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ പറയുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഞാനതൊക്കെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കിയ കേസാണ്. പക്ഷെ ഈ ഇടയായിട്ട് എന്റെ കുറെ റിലേറ്റീവ്സ്, അതേപോലെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാരും ചോദിക്കാൻ തുടങ്ങി അവിടെ എങ്ങനാ, ഞങ്ങൾക്ക് പോവാനാ, നീ ഡീറ്റെയിൽസ് തരുമോ, നമ്പർ തരുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവിടെ പോവണ്ട, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വലിയ താല്പര്യമായിട്ടില്ല, എനിക്കിഷ്ടമല്ല, അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ തോന്നി എനിക്ക് നിങ്ങൾക്കും കൂടെ, അതായത് ഒന്ന് രണ്ടു പേരായിരിക്കുമല്ലോ ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നുള്ളൂ, അല്ലാതെ പിന്നെ എത്ര പേരുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പോ അതിനും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാന് പിന്നെ അവിടെ സമയമായി, ഡെലിവറി കഴിഞ്ഞു, ഞാന് അവിടെ പോയിട്ടോ. അവിടെ പോയ സമയത്ത്, അവിടെ പോകുന്ന സമയത്ത് ഒരു 15 ദിവസം ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ നല്ലോണം ഞാൻ എന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാട്ടോ. നല്ല നല്ല ഉഷാറായിട്ട് പോയ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ എത്തി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഞാൻ രാത്രിയായിരുന്നു പോയത്. അവര് പറഞ്ഞു രാത്രി ഒരു 7 o'clock വന്നാൽ മതി, അപ്പോ അഡ്മിഷൻ എടുക്കാം, അതായത് പിറ്റേന്ന് മുതൽ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അവര് പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല ഇപ്പൊ, എന്നാലും എല്ലാരും ഫുള്ളായിട്ട് കാണുക, ഉറപ്പായിട്ടും ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ അവിടെ എത്തി, ഭയങ്കര എന്താ പറയാ, നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോ ഉയിച്ചല്, അതായത് പിന്നെ ഹെഡ് മസാജ്, അവിടെ അവര് പറഞ്ഞ ഡീറ്റെയിൽസ് ഞാനിപ്പോ ഇവിടെ കൊടുക്കൂട്ടാ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. പിന്നെ അതായത് നേത്രധാര, പിന്നെ എന്താ പുകയ്ക്കല്, ഹെയർ മുടി ഇങ്ങനെ പുകയ്ക്കല്, അങ്ങനെ പലതും ഞാൻ കേട്ടു കേട്ടോ. അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ പിറ്റേന്നായി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ രാവിലെ കാണാം, നമുക്ക് രാവിലെ ഒരു മുട്ടയും, അതായത് 2 കാടമുട്ട, ഒരു പുഴുങ്ങിയ മുട്ട, സാദാ മുട്ട, ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു പഴം പുഴുങ്ങിയതും അവര് ടേബിളിൽ കൊണ്ടുവച്ച്, ഒരു ഹോർലിക്സ്. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, അവരൊക്കെ എന്താ ഫുഡിന്റെ ഒക്കെ പറയുന്നത്. അങ്ങനെ ഞാനിത് കഴിച്ചു. പിന്നെ കുളിക്കാൻ പോയി. അപ്പൊ മസാജ് സത്യം പറയാന്ന് വെച്ചാൽ നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ ഉയിച്ചല്, നമുക്ക് ശരിക്കും ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ ആയാലും, അതായത് നോർമൽ ഡെലിവറി ആയാലും, എല്ലാരും പറഞ്ഞു നോർമൽ ഡെലിവറിക്കല്ലേ നമുക്ക് ഇങ്ങനെ പെയിൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ അതല്ല, അതിലും ഡബിൾ ഇരട്ടിയായിട്ട് നമുക്ക് സിസേറിയന്റെ ആൾക്കാർക്ക് ഉണ്ടാവും. അത് പുച്ഛിച്ച് കളയേണ്ടതല്ല കേസ്. അപ്പോ അത്രയും വേദനയും, കാലുവേദന, കൈവേദന, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഉയിച്ചൽ കിട്ടുമ്പോൾ ഭയങ്കര റിലീഫാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ഒഴിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ്, ഇത്രയുള്ള ഗ്ലാസ്, ഒരു കഞ്ഞിയും അല്ലെങ്കിൽ മുത്താറി, ഇതാണ് ഒരു ദിവസം ഒന്നാത്തേനും, പക്ഷെ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തോ മരുന്ന് കഞ്ഞിയോ, അങ്ങനത്തെ ഒരു കഞ്ഞി, ഒരു ഗ്ലാസ് ആണ്. അപ്പോ ശരിക്കും നമ്മൾ പ്രസവിച്ചതല്ലേ, നമുക്ക് അത്യാവശ്യം നല്ലോണം നമ്മളെ വീട്ടിലുള്ള സിസ്റ്റം തന്നെ വേറെ തന്നെയല്ലേ. കുളിച്ചു കഴിഞ്ഞാൽ വലിയൊരു പാട്ടയിൽ നമ്മൾ കഞ്ഞി കുടിക്കുന്നു, അത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ തിന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട പുഴുങ്ങിയതല്ലേ ഉമ്മാന്റെ നോട്ടം. അത് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തൊരു സംഭവമാണ് അവിടെ പോയപ്പോ. അവര് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഹോർലിക്സിലൊന്നും പഞ്ചസാര ഒന്നും ഇല്ല, എന്നാലും കുടിക്കുക, കാരണം നമ്മൾ പൈസ കൊടുത്തതാണല്ലോ.
അങ്ങനെ അത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ ഒരു ഈ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് പിന്നെ ചോറിന്റെ കറിയൊക്കെ പറയാന്ന് വെച്ചാല് വെള്ളം പോലെ ഇട്ടോ. നമുക്ക് സങ്കടാവും. എന്നാലും ഞാൻ ഒന്നും ഇതാക്കില്ല. എന്നാ പിന്നെ ഇന്ന് ആള് മാറിയോ എന്തോ നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ പോയ പാടാണല്ലോ. ഫുഡ് എന്താ ഒരു സാധനം അതാ എന്തേലും ചിക്കൻ പോലത്തെ ഒരു സാധനം ഇല്ല. ചിക്കന് പകരം വെജിറ്റേറിയനുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന തിന്ന പേര് മറന്നു. ഞാൻ ഓർത്ത് കഴിഞ്ഞ ഇവിടെ എഴുതി കാണിക്കാം. സോയാബീൻ. എപ്പം നോക്കിയാലും ഈ സോയാബീൻ കരിച്ചും പൊരിച്ചിട്ടുണ്ട്. എനിക്ക് അത് സംഭവം എനിക്കറിയില്ല. പ്രസവിച്ചോട് അങ്ങനെ ഒന്നും തിന്നോന്ന് പോലും എനിക്കറിയില്ല. ഒരു എന്തെന്നാ ഊഹിച്ചോ, അത്രയും എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് പിന്നെ കൂടുതൽ അവർ ജ്യൂസ് തരിക പപ്പായ, പിന്നെ ഷമാമ്. ഈ പപ്പായ ഷമാമും തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് വലുതാണല്ലോ, കുറേ ജ്യൂസ് അടിക്കാമല്ലോ, പൈസ ലാഭമാണല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞു പിന്നെ വെള്ളം പാലിൽ ചേർത്തതാണോ പാല് വെള്ളത്തിൽ ചേർത്തതാണോ എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ 1-2 ദിവസം കഴിഞ്ഞേരോ പൈസ കൊടുക്കുന്നതല്ലേ അവരോട് പറയാം എന്ന് കരുതി ഞാൻ പറഞ്ഞു കേട്ടോ. അതിന്റെ പിന്നെ അവരെ അതായത് ഈ മാനേജറെ അവിടെ നോക്കി നടത്തും മാനേജർ ആയിരിക്കും. അയാളെ വൈഫ് വന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, പാല് വെള്ളത്തിൽ ചേർക്കുന്നതാണോ വെള്ളം പാലിൽ ചേർക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളൊന്ന് അവരോട് ശ്രദ്ധിച്ചിട്ട് തരാനൊക്കെ പറയണം. എന്റെ പൊന്നോ. അതിനുശേഷം എൻ്റെ കൂടെ വന്ന് കവർപ്പാലാണ്, അങ്ങനെയാണ് കവർപ്പാൽ. പക്ഷെ കവർപ്പാലായാലും ഒരു വിധത്തിൽ വേണ്ടേ ചേർക്കാൻ വെള്ളം. എങ്ങനെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പറയാന്നല്ലാണ്ട് ഒരു ഇതില്ലല്ലോ. അപ്പൊ പിന്നെ അന്നും പച്ചക്കറി അത് ഇത് പിന്നെ പപ്പടം ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്കൊരു മീനോ ബീഫ് ചിക്കൻ അതൊന്നുമില്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പിറ്റേന്ന് ഇതന്നെ അവസ്ഥ. ഈ സോയാബീൻ പൊരിച്ചു തരും. കുറെ അവിടെ ഒഴിവാക്കി. 4-ാമത്തെ ദിവസമായി, 5-ാമത്തെ ദിവസമായി. ഒരു ദിവസം ഒരു കാട തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും കാടകളൊന്നും ഇല്ല, ഒരു കാട അതന്നെ. ഒരു പ്രാവശ്യം മാന്തൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നൊക്കെ ഈ കറിയിൽ വെള്ളം പോലത്തെ കറിയിൽ നീന്താനിട്ട മീൻ്റെ തൊട്ട് 1-2 ചെറിയ ചെറിയ മീൻ എന്തെങ്കിലും ഉണ്ടാവും കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്തോ പോലെ പിന്നെ ചോറൊക്കെ കുറച്ച് തരാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇത്ര ചോറ് പോരാ, ഞാൻ 1, 2, 3 നേരമെല്ലാം കഴിക്കും. കാരണം ഞങ്ങൾ പ്രസവിച്ചതല്ലേ എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിച്ചു കേട്ടോ. പക്ഷെ എന്തില്ല, അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ താത്താനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് ഈ നോക്കി നടത്തുന്ന ആളെന്ത് ചെയ്യണം, നല്ല പോലെ സാധനം കൊണ്ടുപോകണം. കാരണം എല്ലാവരുടെ പൈസ തന്നെയല്ലേ വാങ്ങിക്കുന്നേ. അപ്പോ അവര് കൊടുക്കുന്ന സാധനം കൊണ്ട് എന്തെല്ലാം ആക്കി ഉണ്ടാക്കി തരുന്നതായിരിക്കും. എന്തോ ഒരു തരത്തിലും തൃപ്തി എന്ന് പറയുന്നത് എനിക്ക് ആയിക്കില്ല. പക്ഷെ എന്താകും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാന് പിന്നെ ഫുഡിനെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ തുടങ്ങിയല്ലോ. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു നീ മാത്രം ഇങ്ങനെ പറയുന്നത്, വേറെ ആരും പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഞാൻ മാത്രമായിരിക്കും പറയുന്നത്. അതെന്താ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തോന്നുന്നെന്നാല് അപ്പൊ നമ്മളടുത്ത് പറ്റുന്ന ഒരു തെറ്റാണല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ 1-2 പേരോട് അവര് കാണാതൊന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാം. ഞാൻ ഉച്ചയുള്ള സമയത്ത് ഞാനിങ്ങനെ ആളെ സെലക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് അവരോട് ചോദിക്കും കേട്ടോ. ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല ഈ ഉച്ചലിത്തയും അതേപോലെ നമ്മൾ മാത്രമല്ല ഉണ്ടാവും. നോക്കുമ്പോ അവരൊക്കെ അഭിപ്രായം മോശമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ എന്തോ ഗതികേട് കൊണ്ട് കിടക്കുന്ന പോലെ. അപ്പൊ എല്ലാവർക്കും പകുതിയിൽ വെച്ച് പോയാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടാ. പക്ഷെ ഞാനെന്ത് കരുതി ഇനി പകുതി പോയി കഴിഞ്ഞാൽ പിന്നെയും വീട്ടിൽ പ്രസവിച്ച് കിടക്കണം. എന്റെ ഉമ്മ ഇങ്ങനെ രാത്രി ഉമ്മ പോകും കേട്ടോ. രാവിലെ ഉമ്മ വരും. ഉമ്മ വന്നാലല്ലോ ഉമ്മ ഇങ്ങനെ ഫുഡിന്റെ ഇങ്ങനെ പറയും. പക്ഷെ ഉമ്മാക്കൊന്നും ചെയ്തുകൂടാലോ. എന്തായാലും ഞങ്ങൾ പൈസ എല്ലാം കൊടുത്ത് ഇനി നമുക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ ഉമ്മാക്ക് മനസ്സിലായിട്ട് പാവം കുറേ പൊരിച്ചതും അങ്ങനെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എനിക്ക് കൊണ്ടുവരലായി. എനിക്ക് ആ സമയത്തെല്ലാം എനിക്ക് ഭയങ്കര സങ്കടാവും ട്ടോ. കാരണം നമ്മളത്രയും പൈസ കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തിന്നേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഫീൽ ആയിട്ടാ. പിന്നെ എന്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് ഫുള്ള് ഭക്ഷണം. പിന്നെ എനിക്ക് ഇവിടുത്തെ ഭക്ഷണേ കഴിക്കാനാകുന്നില്ല. മട്ടനോ ചിക്കനോ ഒരു ബീഫ് അല്ലെ ഒരു മീന് ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരലായോ, ഹസ്ബൻഡ് പുറത്തുനിന്ന് കൊണ്ടുവരലായോ, ബിരിയാണി ആയിക്കോട്ടെ. എന്തോ അവിടെ ഒരു തൃപ്തിയേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക. മാക്സിമം നമ്മളെ വീട്ടിൽ കിടന്ന് ഒരാളെ വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഉമ്മാനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ. ഓക്കെ, നമ്മൾ ഉമ്മാറ് നോക്കുന്നത് പോലെ ഒരിക്കലും ഒരു സ്ഥലത്ത് പോയാലും നോക്കൂല. അത് എനിക്ക് അത്രയും
വെറുത്തുപോയി എന്നറിയില്ലേ. ശരിക്കും പറയാന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് ഭയങ്കര വെറുപ്പ് എന്നോട് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോയി പിന്നെയും പ്രസവിച്ച് കിടക്കണ്ടേ എന്ന ചിന്തയിൽ പിന്നെ ഞാൻ ഒഴിവാക്കി വിട്ടതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ 40,000 പോയി. അത്ര തന്നെ. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടമായ കാര്യം എന്താന്ന് വെച്ചാല് അവര് പറഞ്ഞ കാര്യങ്ങള്, അതായത് നമ്മള് അവരായിട്ട് സംസാരിക്കല്ലോ, ഡീലാവുമല്ലോ ഇവിടത്തേക്ക് പോകുന്നതിന് മുന്നേ. ആ പറഞ്ഞ കാര്യങ്ങള് ഒരു കാര്യവും ചെയ്തില്ല. ഉയിച്ചലുണ്ട്, ഓക്കെ. അത് കഴിഞ്ഞാല് പിന്നെ മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കി അത് അടക്കായി. പിന്നെ എന്തെന്നാ നേത്രധാര, അതെന്തെന്നാന്ന് പോലും എനിക്ക് മനസ്സിലാക്കില്ല. അത് പറയാൻ തന്നെ എന്തെന്നാ അത്, എങ്ങനെയാ അത് പറഞ്ഞു തരണ്ടേന്ന് പോലും എനിക്കറിയില്ല. അത്രയും ഒന്നുമില്ല അവിടെ. ആകെ ഈ ഒരു ഇച്ചല് അയിത്തുള്ളതുകൊണ്ട് നടന്നാറ്റം പോകുന്നതാ സത്യം പറയുകയാണെന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരാൾ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ തിരിച്ചു വരിക എന്നുള്ള പ്രയാസത്തിലായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടൂലല്ലോ. അതൊക്കെ ഓർത്തിട്ടായിരിക്കും ഓരോരുത്തരും ഇങ്ങനെ പോകുന്നത്. പിന്നെ അവിടെ തന്നെ അവിടുന്ന് പറഞ്ഞതും അവിടുന്ന് അയച്ചതും ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കാട്ടോ. മെയിനായിട്ട് പിന്നെ എല്ലാം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവിടെയുള്ള വീട്, അതായത് നമുക്കൊരു കോട്ടേഴ്സ് പോലെയാ തരിക. അത് 2 റൂമുണ്ട്, ബാത്റൂം ഉണ്ട്, ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ലല്ലോ. 10-14 ദിവസം നമ്മൾ പോയി കിടക്കുന്ന നമുക്ക് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ, അല്ലെ? നമ്മള് ട്രീറ്റ്മെന്റ് ഓക്കെ ആണോ എന്നല്ലേ നോക്കണ്ടേ. പക്ഷെ ഒരിക്കൽ ഞാനൊരു 110% പോലും അവിടെ നല്ലത് ഞാൻ പറയൂല. കാരണം നമുക്ക് അത്രയും കാരണം നമ്മളൊരു പ്രസവം കഴിഞ്ഞാലും നമുക്ക് ആകെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുക. അത് കിട്ടിയില്ല എന്ന് പറയുമ്പോ കൊള്ളുപോയി, എന്തോ കഥ. പക്ഷെ ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ. കാരണം 40,000 നമ്മൾ കൊടുത്തല്ലോ, നമുക്കെന്ത് പറയാൻ പറ്റും എന്നൊരു നെഗറ്റീവ് ചിന്ത വന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്തിനീ മറ്റുള്ളവരെ നോക്കുന്നേ. മറ്റുള്ളവര് നമ്മൾക്ക് ചെലവിന് തന്നിട്ടല്ലല്ലോ ഉള്ളത്. മറ്റുള്ളവര് എന്തു പറയുന്നു, മറ്റുള്ളവര് എന്ത് വിചാരിക്കും, അത് ചിന്തിക്കുകയേ ചെയ്യരുത്. നമുക്ക് നമ്മളെ കാര്യം, നമ്മള് ഫാമിലിയായിട്ട് സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്കുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇത്രയും കാലം ആരെന്ത് വിചാരിക്കുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. പിന്നെ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും അവിടെ പോണെന്ന് ഞാൻ പറയില്ല. പൈസ വേണ്ടേ, പോയി കൊടുത്തോളൂ, കിടന്നോളൂ. ആൾക്ക് ഒരു വീടുണ്ട്, അത്രേ അവിടെ ഒരു പെർഫെക്റ്റ് എന്ന് പറയാനുള്ളൂ. ഓക്കെ. പിന്നെ അവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് അതായത് റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, അവിടെ രോഗികളല്ല വന്ന് കിടക്കുന്നത്, പ്രസവിച്ചവരാണ്. അവരെ അതിന്റെ അതേപോലെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഒരിക്കൽ ചിക്കൻ ആണെങ്കിൽ ഒരിത്തിരി ബീഫ്, ഒരിച്ചിരി മട്ടൻ, ഒരു ലിവർ, ഇങ്ങനെയെല്ലാം പ്രസവിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവര് കടലാസ് അല്ലാതെ നിങ്ങൾക്ക് എണ്ണി തരുന്നത്, അവര് തരുന്നത് പൈസയാണ്. അതിന്റെ ഒരു ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് സുഖസുന്ദരമായിട്ട് അവരെ വീട്ടിൽ കിടക്കാം. ഓക്കെ. അപ്പോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചിക്കനിക്ക് പോട്ടെ, ഒരു മട്ടനോ ബീഫോ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ആയിട്ട് ചെയ്യാം. വെറും പൈസക്ക് മാത്രം ആഗ്രഹിക്കല്ലേ. നമ്മള് ഒരാളെ അവിടത്തേക്ക് വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുവരുമ്പോൾ അവരെ അതേപോലെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. അവർക്ക് ഒരു നേരെങ്കിലും നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ നോക്കുക പ്ലീസ്. ഞാൻ 1-2 തവണ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് കഞ്ഞിയും കൂടെ, ഒരു ഗ്ലാസ് മുത്താറിയും കൂടെ. ഒരു ഗ്ലാസ് മുത്താറി കുടിക്കും, പിന്നെ രണ്ടാമത് ചോദിക്കും. പിന്നെ നമുക്ക് എന്തോ ഒരു മടിയല്ലേ. കാരണം ഞാൻ ചോദിച്ച് കുടിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കുടിക്കുക ചെയ്യേണ്ടത്, നമ്മൾ പൈസയാണല്ലോ കൊടുക്കുന്നത്. എനിക്കെന്തോ ഒരു മടിയായിരുന്നു. അപ്പൊ വേറൊരു മെയിനായിട്ടുള്ള കാര്യം, എന്റെ ഉമ്മ എല്ലാം മുണ്ടുമാക്കിയിട്ട് പറഞ്ഞയച്ചാൽ ഞാൻ തിരിച്ചു വന്നത് ആയിരുന്നു. ഏകദേശം ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഞാൻ രോഗിയായിട്ട് വന്നതാണ്. അവിടെ പ്രസവിച്ച് കിടന്ന ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല എനിക്ക് കിട്ടിയ, പനിച്ചു പോയൊരു ട്രീറ്റ്മെന്റാണ് കിട്ടിയത്. അപ്പൊ ആരും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കിടക്കാതിരിക്കുക, മാക്സിമം കിടക്കാതിരിക്കുക. അല്ലെങ്കിൽ നല്ലപോലെ അന്വേഷിച്ച് പിടിച്ചിട്ട് നല്ല അന്വേഷിച്ചിട്ട് തന്നെ പോവുക. അഥവാ നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ആദ്യം പൈസ കൊടുക്കാതിരിക്കുക. ആദ്യം അവിടുത്തെ ട്രീറ്റ്മെന്റ്, അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി പൈസ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കേറ്റ് ചെയ്ത് പോവാലോ. ഇത് എന്നെ പോലെ പെട്ടുപോകരുത്. ഫുള്ള് പൈസയും കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നുള്ളൊരു ഇതാവരുത്. കുറച്ച് അവിടെ നിൽക്കുക, എന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക, ശേഷം പൈസ കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പെട്ടുപോകട്ടോ. വെറുതെ ചപ്പണ്ണീറ്റ് കൊടുക്കുന്ന പോലെ കൊടുക്കാതിരിക്കുക. അപ്പോ എല്ലാവരും ഒന്നും തോന്നണ്ട, സത്യമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് എന്തായാലും അൽഹംദുലില്ലാ ഞാനിപ്പോ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം മട്ടൻ, ചിക്കൻ, ബീഫ്, ലിവർ, മീന്, അത് ഇതെല്ലാം ഞാൻ തിന്നിട്ടുണ്ട്. അവിടുന്ന് കാണാത്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലെത്തിയാലും എനിക്കിതൊക്കെ കാണുമ്പോ എന്തേ പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പോയതല്ലേ, അങ്ങാനുള്ള മൗടുത്തിട്ട് കാലിൽ ഞാൻ ഇട്ടതല്ലേ, എന്തേ പറയാൻ പറ്റും. അപ്പൊ ബൈ ബൈ.